ഇന്ന് ഞാനില്ലേ ഒരു സാധനം കാണിച്ചു തരാം. ആ സാധനം നിങ്ങളെ കാണുമ്പോൾ തന്നെ എന്തായാലും നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നു, എനിക്ക് ഉറപ്പാണ്. ഈ ഒരു സാധനം ഞാൻ ഒരു തരത്തിലും പെയ്ഡ് പ്രൊമോഷൻ ഒന്നും ചെയ്തതല്ല, അതിനുള്ള സെലിബ്രിറ്റി ഒന്നും ഞാൻ ആയിട്ടില്ല. എനിക്ക് ഈ സാധനം ഉപയോഗിച്ചിട്ട് ഉപകാരമായി തോന്നിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഞാനൊരു 3 മാസം യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ആണ് പറയുന്നത്. ഇതാണ് മെൻസ്ട്രൽ ഹീറ്റിംഗ് ബെൽറ്റ്. അതിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, അത് തന്നെ കയ്യിലിരിക്കുന്നത് എവർ എന്ന് പറയുന്നത്, അങ്ങനെ തന്നെ ഞാൻ തോന്നുന്നു ആ ബ്രാൻഡ് പ്രൊനൗൺസ് ചെയ്യുക. ആ ഒരു ബ്രാൻഡിൻ്റെ ഹീറ്റിംഗ് ബെൽറ്റ് ആണ്. ഇതിന് മുന്നേ എൻ്റെ കയ്യിലുണ്ടായിരുന്നതെല്ലാം ഹോട്ട് ബാഗ്സ് ആയിരുന്നു. ഹോട്ട് ബാഗ്സ് എന്ന് പറയുമ്പോൾ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെക്കണത്. ഒരു 1 ഇയറിന് ശേഷമൊക്കെ വെള്ളം മാറ്റാൻ പറ്റുള്ളൂ. അതിൽ മരുന്നിട്ടിട്ടുള്ള വെള്ളം വെക്കണതാണ്. അത് ട്രാവൽ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ ആ വെയിറ്റ് അടക്കം നമ്മൾ കൊണ്ടുപോകണം. അങ്ങനെ ആഗ്രഹിച്ച് കാത്തിരുന്ന് കിട്ടിയ ഒരു തങ്കക്കൂടാണ് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് കേട്ടോ. ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സിൻ്റെ ഇടയിൽ വെച്ച് എവിടെ പോയാലും ആരും അറിയാൻ പോണില്ല. ഇതിന് 2 ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഹീറ്റിങ്ങും വരുന്നുണ്ട്, വൈബ്രേഷനും വരുന്നുണ്ട്. ആ വൈബ്രേഷൻ അടിപൊളിയാണ് കേട്ടോ. പക്ഷേ വൈബ്രേഷൻ മാത്രം ചെറിയൊരു സൗണ്ട് ഉണ്ട്. അപ്പോൾ പുറത്ത് പോകുമ്പോൾ സൗണ്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ വൈബ്രേഷൻ മാത്രം ഓഫ് ചെയ്തിട്ടാൽ മതി. ഹീറ്റിങ്ങിന് സൗണ്ട് ഇല്ല. ഇത് നമുക്ക് ഇങ്ങനെ നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് ബെൽറ്റായിട്ട് ഇങ്ങനെ ഇടാൻ പറ്റും. ഇത് ഈ പറയുന്ന പോലെ ഇൻസേർട്ട് ചെയ്യാനും പറ്റും. അതിൻ്റെ സൈഡിൽ തന്നെ ഒരു സ്വിച്ച് ഉണ്ട്. അപ്പോൾ ആ സ്വിച്ച് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഊരിയെടുക്കാനായിട്ടും പറ്റും കേട്ടോ. പിന്നെ നമ്മുടെ ഹീറ്റിങ്ങും വൈബ്രേഷനും ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ 2 വട്ടം ഒന്ന് ഡബിൾ ക്ലിക്ക് പോലെ ചെയ്താൽ മതി. അപ്പോൾ അത് ഓൺ ആവും. അതുപോലെ തന്നെ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റ വട്ടം ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് വൈബ്രേഷൻ്റെ സ്പീഡും ഹീറ്റിൻ്റെ സ്ട്രെങ്ത്തും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. 3 മോഡിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് ഈ ഒരു സാധനം നമുക്ക് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ് ടു 5 അവർ വരെ നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാറ്ററി നിൽക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചാർജറും നമുക്ക് കിട്ടുന്നുണ്ട്. ഇതല്ലാതെ തന്നെ ഫോണിൻ്റെ ചാർജർ വെച്ച് നമുക്ക് ചാർജ് ചെയ്യാം.